വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അടുത്ത ശനിയാഴ്ച മറ്റന്നാൾ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ടീം ലീഡർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി രാജീവ് കുമാറാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിരുന്നു, ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നു. സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതേവരെയുള്ള നില നോക്കിയാൽ അനുകൂലമായ പ്രതികരണമാണ് പൊതുവേ ഉള്ളത്. ദുരന്തബാധിതരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട്. പുനരധിവാസം ഉറപ്പുവരുത്തണം. അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് വിശദമായ കത്തും എഴുതിയിരുന്നു. ഈ വലിയ ദൗത്യത്തിന് കേന്ദ്രം നൽകുന്ന എല്ലാ പിന്തുണക്കും സഹായത്തിനും കത്തിലൂടെ നന്ദിയും രേഖപ്പെടുത്തിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് 225 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. അത് കണക്കിതിനകം വന്നതാണ്. മേപ്പാടിയിൽ നിന്ന് 148, നിലമ്പൂരിൽ നിന്ന് 77. ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക്. ഇതിനു പുറമെ വിവിധ ഇടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്ന് 30, നിലമ്പൂർ മേഖലയിൽ 165, ഇങ്ങനെ 95 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതൊരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി. 90% കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായാണ് കണക്കാക്കുക. ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകാം. ഇതെല്ലാം ഇപ്പോൾ തിരിച്ചറിയുക പ്രയാസമാണ്. അതിനാൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാവും. പ്രദേശത്ത് നിന്ന് കാണാതായ 131 പേരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല.
ഇതിൽ 225 മൃതദേഹങ്ങളും 195 ശരീരഭാഗങ്ങളും ചേർത്ത് 420 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിക്കഴിഞ്ഞു. 7 ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 178 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 47 മൃതദേഹങ്ങളും 186 ശരീരഭാഗങ്ങളും ചേർത്ത് ആകെ 233 സംസ്കാരങ്ങളാണ് നടന്നത്. ഉരുൾപൊട്ടൽ സംഭവിച്ച മേഖലയിൽ മേപ്പാടി 14 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 641 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 735 പുരുഷന്മാരും 743 സ്ത്രീകളും 464 കുട്ടികളുമടക്കം 1942 പേരാണ് ഉള്ളത്. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 27 ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നാളെ ജനകീയ തെരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക. ദുരന്തത്തിന് ഇരകളായവരിൽ തെരച്ചിലിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തെരച്ചിൽ സംഘങ്ങളുടെയും കൂടെയായിരിക്കും ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയക്കുക. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ 6 മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുക. ഇതിനകം സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇവിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എങ്കിലും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാനവട്ട പരിശ്രമമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ മേഖലകളിലെ സുത്യർഹമായ രക്ഷാദൗത്യത്തിന് ശേഷം ഇന്ത്യൻ കരസേന, നാവികസേനകളിൽ ഒരു വിഭാഗം മടങ്ങി. മേജർ ജനറൽ VT മാത്യുവിൻ്റെ നേതൃത്വത്തിലെത്തിയ 391 അംഗ സൈനിക സംഘമാണ് ദുരന്തമുഖത്ത് നിന്ന് മടങ്ങിയത്. മറ്റ് സേനാവിഭാഗങ്ങൾക്കൊപ്പം കാര്യക്ഷമമായ രീതിയിലുള്ള രക്ഷാതെരച്ചിൽ ദൗത്യത്തിന് ശേഷമാണ് ഇവരുടെ മടക്കം. സൈന്യത്തിൻ്റെ ഭാഗമായുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ച ബേലി പാലം ഇവരുടെ ദൗത്യത്തിൽ നിർണായകമായ ഒന്നായിരുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച്, ടെറിട്ടോറിയൽ ആർമി, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ്, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുൾപ്പെട്ടതായിരുന്നു ഈ സംഘം. അവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ സൈന്യത്തിന് യാത്രയയപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നുമുള്ള മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മിഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമായത്. ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന്
ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, ശുചിമുറി മാലിന്യത്തിൻ്റെ ശാസ്ത്രീയ സംസ്കരണം, സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ സംസ്കരണം, ഹരിത ചട്ടപാലനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് 110ഓളം ഹരിതകർമ്മസേനാംഗങ്ങൾ ദിനംപ്രതി സേവനം നൽകുന്നുണ്ട്. ക്യാമ്പുകളിലും വിവിധ മേഖലകളിലുമായി 112 മാലിന്യ ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കുകയും ദുരന്ത മേഖലയിലും ക്യാമ്പുകളിലുമായി 46 ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭയിലെ 10 KLD കപ്പാസിറ്റിയുള്ള കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി 4 മിനി MCFകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനായി കൽപ്പറ്റ നഗരസഭയുടെ വിൻറോ കമ്പോസ്റ്റ് സംവിധാനവും അജൈവ മാലിന്യ പരിപാലനത്തിനായി MCF സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നു. ക്യാമ്പുകളിലെ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിനായി പുതിയ കമ്പോസ്റ്റ് പിറ്റുകളും സോക്ക് പിറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട്. 44.02 ടൺ അജൈവ മാലിന്യവും 9.9 ടൺ ജൈവമാലിന്യവും 0.28 ടൺ സാനിറ്ററി മാലിന്യവും 2.6 ടൺ ബയോമെഡിക്കൽ മാലിന്യവും 101.3 കിലോ ലിറ്റർ ശൗചാലയ മാലിന്യവും 11.19 ടൺ തുണി മാലിന്യവും ഇതിനോടകം ശാസ്ത്രീയമായി സംസ്കരിച്ചിട്ടുണ്ട്. നിലവിൽ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നതിനായി സാധനങ്ങൾ ശേഖരിച്ച് അയക്കേണ്ടതില്ല. നേരത്തെയും ഇത് അറിയിച്ചതാണ്, പക്ഷേ പിന്നെയും അത് വന്നുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും പറയുന്നത്. ആവശ്യത്തിൽ കൂടുതലാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പച്ചക്കറി, ബേക്കറി സാധനങ്ങൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇവയെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇവയുടെ സൂക്ഷിപ്പും വിതരണവും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. വയനാട്ടിലെ കളക്ഷൻ സെൻറ്ററിൽ 7 ടൺ തുണിയെത്തി. പക്ഷേ ആർക്കും വിതരണം ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം അത് ഉപയോഗിച്ച് പഴകിയതായിരുന്നു. ഈ ഉപയോഗിച്ച് പഴകിയ 7 ടൺ എന്തു ചെയ്യും? സംസ്കരിക്കുക. അത് സംസ്കരിക്കാനായി അയക്കേണ്ടി വന്നു. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഉപകരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം, പക്ഷേ ഈ പ്രവൃത്തി ഫലത്തിൽ ഉപദ്രവമായി മാറുകയാണ് ഉണ്ടായത്. ഇതും നമ്മുടെ ഈ നല്ല മനസ്സോടെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇതിന് ഏറ്റവും നല്ല വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുക, അല്ലെങ്കിൽ കലക്ട്രേറ്റുകളിൽ ചെക്ക് മുഖേനയോ ഡ്രാഫ്റ്റ് മുഖേനയോ നൽകുക. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള അക്കൗണ്ട് നമ്പറുകളൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആ വഴി സ്വീകരിക്കാം. ആ വഴി സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല മാർഗം. തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി സഹായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ലഭിച്ച സഹായങ്ങളിൽ ചിലത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ചലച്ചിത്ര താരം
പ്രഭാസ് 2 കോടി രൂപ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചലച്ചിത്രകാരൻ ചിരഞ്ജീവിയും മകൻ രാംചരണും ചേർന്ന് 1 കോടി രൂപ സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇത് കൈമാറാൻ അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തുന്നുമുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആൻ്റണി 500,000 രൂപ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5,00,000 രൂപ നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 1,00,000 രൂപയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ CMDRFലേക്ക് 5 ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകാൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ സന്നദ്ധത അറിയിച്ച കാര്യം സൂചിപ്പിച്ചിരുന്നു. ദുരന്തത്തിൽ നിന്നും വയനാടിനെ കൈപിടിച്ചുയർത്താൻ സന്നദ്ധരായി കേരളമാകെ ഒത്തുചേരുന്നൊരു കാഴ്ചയാണ്, അഭിമാനകരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഉദ്യമത്തിൽ ഏറ്റവും താല്പര്യത്തോടെയാണ് വയോജനങ്ങളടക്കം പങ്കുചേരുന്നത്. സ്വമേധയാ മുന്നോട്ട് വന്ന് സംഭാവന നൽകിയ പെൻഷൻകാർ അനേകമാണ്. സർവീസിൽ നിന്ന് വിരമിച്ച എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധം സഹായം നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലഭിക്കുന്ന പെൻഷനിൽ നിന്നും ഒരു തുക ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനും ആ നാടിൻ്റെ പുനർനിർമ്മാണത്തിനുമായി മാറ്റിവെക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചവരാണ് നിങ്ങൾ. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം നാടിനൊപ്പം നിന്നവരുമാണ്. ഈ ഘട്ടത്തിലും നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ വ്യക്തികളും സംഘടനകളും സംഭാവന നൽകിയിട്ടുണ്ട്. SNJ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 1 കോടി രൂപ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 50,00,000 രൂപ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് 50,00,000 രൂപ, KGMOA അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ആദ്യ ഗഡു 25,00,000 രൂപ, മലങ്കര സുറിയാനി സഭ ആദ്യഘട്ടത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് 20,00,000 രൂപ, തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 10,00,000, തമിഴ്നാട് സംസ്ഥാന കൗൺസിൽ 10,00,000, ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ, കേരള സംസ്ഥാന ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ ക്രിസ്ത്യൻ കൺവേഴ്സ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ റെക്കമെൻഡഡ് കമ്മ്യൂണിറ്റീസ് 10,00,000, നേമം ബ്ലോക്ക് പഞ്ചായത്ത് 10,00,000, അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി 10,00,000, കൈരളി സമാജം ഹൊസൂർ കൃഷ്ണഗിരി തമിഴ്നാട് 10,00,000, ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് 10,00,000, മൂലൻസ് ഗ്രൂപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി 10,00,000, റിപ്പോർട്ടർ ചാനൽ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം 5,00,000, ഡോക്ടർ KT ജലീൽ MLAയും കുടുംബവും 5,00,000, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് 5,00,000, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് 5,00,000, കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് 5,00,000, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് 5,00,000, മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ 5,00,000 രൂപ, യോഗ അസോസിയേഷൻ ഓഫ് കേരള 3,00,000, യോഗക്കാർ വരെ സംഭാവന നൽകിയിട്ടുണ്ട്. ഗൗരീശപട്ടം റെസിഡൻസ് അസോസിയേഷൻ 2,37,500 രൂപ,
ഞെക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലമ്പലം 2,14,365 രൂപ. തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ കുടുംബാംഗങ്ങൾ വ്യക്തിപരമായി നൽകിയ സംഭാവനകൾക്ക് പുറമെ 2,17,001 രൂപ. അമ്പെയ്ത്ത് താരം ദശരഥ് രാജഗോപാൽ നാഷണൽ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷിക തുകയായ 2 ലക്ഷം രൂപ. കേരള PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി 2 ലക്ഷം രൂപ. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ 1.42 ലക്ഷം രൂപ, 1,42,000 രൂപ കൈമാറി. അവിടുത്തെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗായകൻ MG ശ്രീകുമാർ 1 ലക്ഷം രൂപ. IMG ഡയറക്ടർ K ജയകുമാർ 1 ലക്ഷം രൂപ. കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയ 1 ലക്ഷം രൂപ. KSEB KSFE ജൂനിയർ അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സ് 1,28,763 രൂപ. കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ 2 ലക്ഷം രൂപ. പൂജപ്പുര ഉണ്ണി നഗർ റെസിഡൻസ് അസോസിയേഷൻ 1,75,000 രൂപ. രാജാ രവിവർമ്മ സെൻട്രൽ സ്കൂൾ 1,11,111 രൂപ. ഈ ലിസ്റ്റിൽ ചില കുട്ടികൾ ഈ കുടുക്കയും കൊണ്ടുവന്ന് തന്നതുണ്ട്, അത് പെട്ടിട്ടില്ല. അത് എണ്ണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പറയാത്തത്. പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചു, അതും ഇതിനകത്ത് കാണുന്നില്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അവൾ ഡാൻസ് നടത്തിയിട്ട് ഇതിനു വേണ്ടി ഡാൻസ് നടത്തിയാണ്, ഇതിനു വേണ്ടി ഒരു പരിപാടി നടത്തി. അതിലൂടെ 15,000 രൂപ സമ്പാദിച്ചു. കുട്ടിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ 15,000 രൂപ ഇന്ന് ഓഫീസിൽ വന്നിട്ട് തന്നിട്ടുണ്ട്. ആ കുട്ടിയും കാഴ്ച പരിമിതിയുള്ള അച്ഛനുമാണ് വന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിന് പുറത്തുള്ളവരടക്കം നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുകയാണ്. പുനരധിവാസ പാക്കേജിൻ്റെ ഭാഗമായി വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചർ കേരളത്തിലെ മുഴുവൻ ഫർണിച്ചർ വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടെ നൽകുമെന്ന് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതാണിന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. അല്ല, അതിപ്പം നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അവിടെ മന്ത്രിതല ഉപസമിതിയുണ്ട്, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവിടുത്തെ ജില്ലാ ഭരണ സംവിധാനമുണ്ട്, അവിടുത്തെ ഇതിനെല്ലാം വിധേയരായവരുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വരുന്ന മുറക്ക് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഏതായാലും ഇപ്പം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല കണ്ടിട്ടുള്ളത്. ആകാവുന്ന ശ്രമമൊക്കെ നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ല, കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാനാണല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. തീർച്ചയായും നിങ്ങൾ ചോദിച്ച കാര്യം അടക്കം അതിൻ്റെ ഭാഗമായി വന്നേക്കാം. ഇപ്പോൾ ഏതായാലും നല്ലൊരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ മുഖവിലക്ക് എടുക്കുക തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നത് പൊതുവായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവരുമായി എല്ലാം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം സർക്കാർ ഒരു നിലപാട് പൊതുവെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഏത് തരത്തിലാണ് ഇത് ക്രമീകരിക്കാൻ കഴിയുക എന്ന് നോക്കുകയാണ് ചെയ്യുക. ഈ പറയുന്ന പ്രദേശത്ത് നമ്മുടെ ദുരന്തം നടന്ന സ്ഥലത്ത് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങോട്ട് താമസ സൗകര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ ആഗ്രഹിക്കില്ല എന്നാണ് തോന്നുന്നത്. ചർച്ച ചെയ്ത് തീരുമാനിക്കാം, നമുക്ക് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ സർക്കാർ കാണുന്നത്, സുരക്ഷിതമായൊരു സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ താമസ സൗകര്യം മാത്രമല്ല, അവിടെ ജീവസന്ധാരണ മാർഗം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപജീവന മാർഗം കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ നേരത്തെ തൊഴിലെടുത്തവരുണ്ടാവും, തൊഴിലെടുക്കാൻ പറ്റിയവരുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതിന് ആവശ്യമായ പരിശീലനം ചിലപ്പോൾ നൽകേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള സ്കിൽ വളർത്താനുള്ള പരിശീലന നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതൊക്കെ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിദഗ്ധരുമായി ആലോചിച്ച് അത്തരം നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഇവിടെ ഈ ദുരന്തം എന്താണ് വരാനിടയായത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പഠനങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം. അതിനുള്ള വിദഗ്ധ ഉപദേശങ്ങൾ കിട്ടിയതിന് ശേഷം നമുക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാം. തീർച്ചയായും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കരുതൽ നമ്മൾ എടുത്താലേ പറ്റൂ. ആ കരുതൽ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പരിശോധിക്കാം എന്താണെന്നുള്ളത്. അതീവ ഗൗരവമായി സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ചില പൊതു സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ താമസ സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. പെട്ടെന്ന് തന്നെ സ്കൂളുകളെ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഇവരെയെല്ലാം ഭദ്രമായ സ്ഥലത്ത് താമസിപ്പിക്കേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങൾ ഗൗരവപൂർവ്വം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടല്ലോ. അത് നിർഭാഗ്യകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ തീർത്തും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവനയുമാണ് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, റെയിൽവേ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടത്തിൻ്റെ മാർഗ്ഗമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് 1997-98 റെയിൽവേ ബജറ്റിലാണ് ഈ അങ്കമാലി ശബരി പാത പ്രഖ്യാപിക്കുന്നത്. ആ കാലം മുതൽ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകിയതാണ്. അതിൽ അലൈൻമെൻറ്റ് അംഗീകരിച്ചു. അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള 70 കിലോമീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു. പദ്ധതി ചെലവിൻ്റെ 50% സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന ഉറപ്പും നൽകി. പക്ഷേ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാതെ അലംഭാവം കാണിച്ചത് കേന്ദ്ര സർക്കാരും റെയിൽവേയുമാണ്. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ഈ കാലതാമസം കാരണം ശബരി പാതയുടെ എസ്റ്റിമേറ്റിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം 2815 കോടി രൂപയായിരുന്നു. അത് പുതുക്കിയ എസ്റ്റിമേറ്റിലെത്തിയപ്പോൾ 3811 കോടിയായി. 36% വർധനവ്. അപ്പോൾ ഇതിൻ്റെ ഭാരം ഈ കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയും കാണിച്ച കാലതാമസത്തിൻ്റെ ഭാഗമായി വന്ന ഈ ഭാരം സംസ്ഥാനം വഹിക്കണമെന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ഉൾപ്പെടെ ഒരു പദ്ധതിക്കും സംസ്ഥാനം എതിരല്ല. ചെങ്ങന്നൂർ പമ്പ പാതക്കായി സംസ്ഥാനത്തോട് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ബജറ്റിലും ഒരു പദ്ധതിയും കേരളത്തിനായി പ്രത്യേകമായി അനുവദിച്ചില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്.
നിലവിലുള്ള പ്രപ്പോസലുകളുടെ കാര്യത്തിൽ തന്നെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന കാഞ്ഞങ്ങാട് നിന്ന് മൈസൂരിലേക്കുള്ളത്, തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ളത്, നഞ്ചങ്കോട് നിന്ന് മൈസൂരിലേക്കുള്ളത്, അതുപോലെ തന്നെ അങ്കമാലി ശബരി, ഇതിനൊന്നിനും ഒരു തുകയും അനുവദിച്ചിട്ടില്ല. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറായത്. അത് ശരിയായ നടപടിയല്ല, ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല. അങ്കമാലി ശബരി പാതക്കായി 2125 കോടി രൂപ അനുവദിച്ചെന്നും പക്ഷേ കേരളം അത് ചെലവഴിച്ചില്ല എന്നുമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത്. തികച്ചും തെറ്റായ പ്രസ്താവനയാണിത്. കേരളത്തിലാകെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കായി നൽകിയ തുകയാണ് ശബരി റെയിൽപാതക്കായി നീക്കിവെച്ചുവെന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ വസ്തുത വേറെയാണ്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പാറശാല വരെയുള്ള പാതക്ക് നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതിൽ 49.5 ഹെക്ടർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറാനായിട്ടുണ്ട്. മറ്റോരോ സ്ഥലത്തും ഏറ്റെടുക്കേണ്ട നടപടികൾ വിവിധ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ അനുവദിച്ച 2125 കോടി രൂപയിൽ 1823 കോടി രൂപ 3 പാതക്ക് ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ശബരി പാതയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ആരാണ് എന്നത് ഇതിനകം നാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും അലംഭാവവും ഉണ്ടായിട്ടില്ല. ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാനും ഇതിനാവശ്യമായ തുക ബജറ്റിൽ വകയിരുത്താനും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നിലയിൽ ഇദ്ദേഹത്തിന് തന്നെ, കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് തന്നെ നേരത്തെ കത്തെഴുതിയിരുന്നു. 2021 ഒക്ടോബറിൽ റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അങ്കമാലി ശബരിപാത ഉൾപ്പെടെയുള്ള വിവിധ റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2023 ജൂണിൽ വിശദമായൊരു കത്ത് വീണ്ടും എഴുതി. പുതിയ കേന്ദ്ര സർക്കാർ അധികാരമേറ്റു. 21/6/24 കേന്ദ്രമന്ത്രിക്ക് വീണ്ടും സംസ്ഥാനം കത്തയച്ചു. ഇതിനു പുറമെ ചീഫ് സെക്രട്ടറി, ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി, ഇവരെല്ലാം കത്തുകൾ അയച്ചിട്ടുമുണ്ട്. പക്ഷേ പോസിറ്റീവായ സമീപനം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായില്ല എന്നതാണ് നമ്മുടെ ദുരനുഭവം. ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല, റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കേരളത്തിനുള്ളത് ദുരനുഭവമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ വലിയ തുകയാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം വരുന്നത്, നമ്മുടെ പണം കണ്ടെത്തുന്നത് കിഫ്ബിയിൽ നിന്നാണല്ലോ. അപ്പോൾ കിഫ്ബിയിൽ നിന്ന് പണം കണ്ടെത്തുമ്പോൾ അത് നിങ്ങളെ കടമെടുപ്പ് പരിധിക്കകത്ത് ഉൾപ്പെടുത്തുന്നതാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഇളവുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണമെടുക്കുമ്പോൾ ആ പറയുന്ന കാര്യം ഒഴിവാക്കി തരണം സംസ്ഥാനത്തിന്, നമുക്ക് സഹായകരമാകും. അപ്പോൾ ഇതൊക്കെ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം ആലോചിച്ച് സഹകരിച്ച് നീക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പണം കണ്ടെത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത്. നമ്മളെ അനുമതി വേണ്ടാലോ, നമ്മളെ അനുമതിയുടെ പ്രശ്നം വരുന്നില്ല. അദ്ദേഹം ചോദിച്ചതുപോലെ അതിൻ്റെ പകുതി നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പകുതി കൊടുക്കാൻ നേരത്തെ നമ്മൾ സമ്മതിച്ചതാണ്. പണം എവിടെ എന്നുള്ളതാണ്. പണം നമ്മൾ കിഫ്ബി മുഖേനയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ കിഫ്ബിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് മാറ്റി തരണമെന്നത് സാധാരണഗതിയിൽ അവരോട് ആവശ്യപ്പെടാവുന്നതുമാണ്. കേന്ദ്രത്തിലെ എം പിമാരെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ പ്രശ്നങ്ങളും
പാർലമെൻറ്റ് ഉന്നയിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, എം പിമാരുമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ എടുത്ത വിഷയമാണ്. അതിലും നല്ല ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ആര്? ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല. പക്ഷേ നമ്മളവിടുത്തെ അതിൻ്റെ കാര്യത്തിൽ, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുണ്ടല്ലോ, ആ സമീപനം സർക്കാർ തുറന്നു പോവുക തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ബാക്കി നമുക്ക് പിന്നീട് എടുക്കാൻ തോന്നും, അതാണ് നല്ലത്.